CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് നടക്കുന്ന പഞ്ചദിന സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് CPI ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ ഏകദിന സംരംഭകത്വ വികസന പരിപാടി നടന്നു. പ്ലൈവുഡ് മലിനീകരണത്തിനെതിരെ പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്ക്. പിറവം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക സംഗമവും ആത്മ ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. CPI നേതാക്കൾ തിരുവനന്തപുരത്ത് നടത്തുന്ന പഞ്ചദിന സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് CPI വെള്ളൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി KD വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി KC സജി അധ്യക്ഷനായിരുന്നു. CPI കോട്ടയം ജില്ലാ കമ്മിറ്റി മെമ്പർ KS രത്നാകരൻ, CM തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ജെയിംസ് കണിയാർകുന്നേൽ, TP ജോർജ്, ഗീതാ സജീവ്, പ്രഭാത് പ്രദീപ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. കള്ളപ്പണക്കാരെ കൽത്തുറുങ്കിലടയ്ക്കുക, തണ്ണീർത്തട പദ്ധതി നടപ്പിലാക്കുക, മാഫിയകളെ അമർച്ച ചെയ്യുക, ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിക്കുക, ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ധർണയിൽ ഉന്നയിച്ചു. ഇല്ലായ്മയും ദാരിദ്ര്യവും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് സാമ്പത്തിക വളർച്ചയിൽ 1-ാം സ്ഥാനം നേടി, കാർഷിക വളർച്ചയിൽ 1-ാം സ്ഥാനം നേടി, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്ത് മറ്റാരേക്കാളും അപ്പുറത്തേക്ക് വളരുന്ന അതിബൃഹത്തായ വളർച്ചയ്ക്കിടയിൽ അവിടെ ചില ആസുരവിത്തുക്കളായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായി. CPI ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരി കവലയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പന്ന്യൻ രവീന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാസത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPI ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. AYF ജില്ലാ സെക്രട്ടറി R ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. അനിൽ ബിശ്വാസ് അധ്യക്ഷനായിരുന്നു. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി A സോമൻ, CPI മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രസന്നൻ, AYF മണ്ഡലം സെക്രട്ടറി P പ്രദീപ്, മഹിളാ സംഘം മണ്ഡലം കമ്മിറ്റി അംഗം രാധാ വാസവൻ, AYF ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് A മനാഫ്, കിസാൻ സഭ ടൗൺ സെക്രട്ടറി രഘുനന്ദനൻ, CPI പാർലമെന്ററി പാർട്ടി ലീഡർ CP ലെനിൻ, AITUC ടൗൺ കമ്മിറ്റി സെക്രട്ടറി ഷാജി മാടയിൽ, IPTA മണ്ഡലം സെക്രട്ടറി PS മുരളീധരൻ, ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി K രമേശൻ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി, ഗവൺമെന്റ് ഒരു നിയമം മൂലം അവർക്ക് കൊടുക്കുന്ന അധികാരത്തോടുകൂടി രാജ്യത്തവിടെയും അവരുടെ വ്യാപാര മേഖലയുടെ കണ്ണികൾ ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത്തരം കേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ ആദ്യ ദിനങ്ങളിൽ കടന്നു ചെല്ലാൻ, അവിടെ പോയി കച്ചവടം നടത്താൻ നമുക്കൊക്കെ വലിയ താല്പര്യമുണ്ടാകും. CPI ആമ്പല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ നടത്തുന്ന പഞ്ചദിന മഹാസത്യാഗ്രഹ സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചാണ് CPI ആമ്പല്ലൂർ ലോക്കൽ കമ്മിറ്റി അരയങ്കാവിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. CPI ആമ്പല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP ഷാജഹാൻ അധ്യക്ഷനായിരുന്നു. CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KN സുഗുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. AYF മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുമയ്യ ഹസൻ, പ്രോ മണ്ഡലം കമ്മിറ്റി അംഗം NK ശശിധരൻ, ലോക്കൽ കമ്മിറ്റി അംഗം KK വിജയൻ, PK മണി എന്നിവർ സംസാരിച്ചു. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ആ സമരത്തിന്റെ സന്ദേശം എല്ലാ പ്രദേശങ്ങളിലും എത്തിച്ചുകൊണ്ടും കഴിഞ്ഞ 15-ാം തീയതി ഇവിടെ അടക്കം വിളംബര ജാഥ നടക്കുകയുണ്ടായി. അതിനുശേഷമാണ് പാർട്ടിയുടെ തീരുമാനപ്രകാരം
ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇതുപോലെ ചെറുതും വലുതുമായ സായാഹ്ന ധർണകളും സത്യാഗ്രഹങ്ങളും സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. കേരള സർക്കാർ MSME ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റുമാനൂരിൻ്റെയും കേരള സർക്കാർ വ്യവസായ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ ഏകദിന സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിച്ചു. ഏകദിന ഇൻഡസ്ട്രിയൽ മോട്ടിവേഷൻ ക്യാമ്പയിൻ വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീലത ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MSMETIയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ബാബുരാജ് അധ്യക്ഷനായിരുന്നു. വൈക്കം മുനിസിപ്പൽ കൗൺസിലർ സുമാ ശിവൻ ആശംസകൾ അർപ്പിച്ചു. വൈക്കം താലൂക്ക് വ്യവസായ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ, KV അനിയൻ, ടോം തോമസ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. അതുകൊണ്ട് നമുക്ക് പ്ലാനിങ്ങോട് പോകണം എന്ന് പറഞ്ഞ് ഒരു ബാച്ച് ഇവിടെ എടുത്തു. ഒരാഴ്ച കഴിയുമ്പോൾ കൂട്ടുകാരൻ്റെ ഫാമിലിട്ടു, അത് കഴിഞ്ഞപ്പോൾ വേറെ ഫാമിലിട്ടു, അടുത്തതിൻ്റെ ഫാമിലി, അങ്ങനെ റൊട്ടേഷൻ ഞങ്ങൾ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡർ. പ്ലൈവുഡ് മലിനീകരണത്തിനെതിരെ പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്ക്. മാതാ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ കരിക്കാട്ടുപടിക്ക് സമീപം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പെൻസിൽ തടി നിർമ്മാണ യൂണിറ്റ് വിലയ്ക്ക് വാങ്ങി കമ്പനിയുടെ മറവിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്ന പ്ലൈവുഡ് കമ്പനി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികൾ പ്രക്ഷോഭ പരിപാടികൾ നടത്തി വരികയാണ്. മണിയുടെ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ VT സോമൻ മണിയുടെ പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി ചെയർമാനുമായ വർഗീസ് പുല്ലുവഴി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യവസായങ്ങളോ ചെറിയ വ്യവസായങ്ങളൊക്കെ കടന്നു വരുന്നതിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എതിർപ്പില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന വികസനം, ആ വികസനം നമുക്ക് വേണോ? ആ വികസനം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള കേരളം കണ്ടിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഒറ്റപ്പെട്ടൊരു സംഭവം അല്ല. പിറവം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക സംഗമവും ആത്മ ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. പിറവം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന സംഗമത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ഡോമി അധ്യക്ഷയായിരുന്നു. പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബുക്ക് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ AN ചന്ദ്രശേഖരൻ, മോളി പീറ്റർ, PK പ്രസാദ്, സെക്രട്ടറി ഷിബു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സുഗന്ധവ്യഞ്ജന വിളകളുടെ കൃഷിരീതിയെയും കീടരോഗ നിയന്ത്രണത്തെയും സംബന്ധിച്ച് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ PK ജോൺ സെമിനാർ നയിച്ചു. തുടർന്ന് വിവിധ കാർഷിക യന്ത്രങ്ങളെ സംബന്ധിച്ച് റെഡ് ലാൻഡ്സ് മോട്ടോഴ്സ് ട്രെയിനർ സാബു ക്ലാസ് നയിച്ചു. KK കേശവൻ കൃതജ്ഞത രേഖപ്പെടുത്തി. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി ഇന്ന് നമുക്കറിയാം ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലേറെ സന്തോഷകരമായൊരു കാര്യം, ഞാൻ വർഗീസാറുമായി സംസാരിച്ചിരുന്നു, നമുക്ക് പച്ചക്കറി നേരിട്ടെടുക്കുന്ന ഹോർട്ടികോർപ്പിൻ്റെ ഒരു ഹബ്ബ് പിറവത്ത് സ്ഥാപിക്കാൻ പോകുന്നു. നാളെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം. ജാതിയുടെ കാര്യത്തിൽ ജാതിയുടെ കുരു കിളിപ്പിച്ചേച്ച് ജാതി വളർത്തുന്നതാണ് മെച്ചം. പലരും പറയുകയില്ല, എല്ലാവരും പറയുന്നത് ബഡ്ഡാ നല്ലത്, ഗ്രാഫ്റ്റാ നല്ലതെന്നൊക്കെ പറയും, എനിക്കും പറയാം. പക്ഷേ ഏറ്റവും വളർച്ച റേറ്റ് നമ്മുടെ ജാതിയുടെ കുരു നമ്മൾ തന്നെ കിളിപ്പിച്ച് തൈ ഉണ്ടാക്കി എടുക്കുന്നത് തന്നെയാണ്. കോട്ടയത്ത് നടന്ന സ്കൂൾ സോണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ നിന്നും മേവള്ളൂർ KMHSലെ 3 കുട്ടികൾക്ക് കേരള ഹോക്കി ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചു. ലക്ഷ്മിക റാവു, ഹരിത KS, ശാരിക KV എന്നിവർക്കാണ് സെലക്ഷൻ ലഭിച്ചത്. കോട്ടയത്ത് നടന്ന ജില്ലാ പൈക്ക ചാമ്പ്യൻഷിപ്പ്, ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ സ്കൂൾ ജേതാക്കളായിരുന്നു. പെരുവ ഹൈസ്കൂളിൽ പഠിക്കുന്ന വനിതാ സ്പോർട്സ് അക്കാദമിയിലെ ടെസിമോൾ ബേബിക്ക് കേരള ഹോക്കി ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. KMHSൽ നടന്ന അനുമോദന ചടങ്ങിൽ PTA പ്രസിഡന്റ് KR ലാലു, ഹെഡ് മിസ്ട്രസ് ഡാലി എബ്രാഹാം എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്നലെ ഒരു കുട്ടി കൽക്കട്ടയ്ക്ക് പോയിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി. നെച്ചൂർ മടക്കിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ചുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രം. ഇടപ്പള്ളി കാരിക്കോട്ട് ഇല്ലത്തെ KN രുക്മിണി അന്തർജനമാണ് യജ്ഞാചാര്യ. യജ്ഞത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേകം നടത്തിയ സമൂഹാർച്ചനയായ വിദ്യാഗോപാല മന്ത്രാർച്ചന ഭക്തി നിർഭരമായി. ആദ്യം ആരെ വന്ദിക്കണം, ആദ്യം ആരെ നമസ്കരിക്കണം, സംശയമില്ല.
ഗുരുവിനെയാണ് വന്ദിക്കേണ്ടത്. കാരണം ഈശ്വരൻ്റെ മഹിമകൾ, ഈശ്വരൻ്റെ ഓരോ ഗുണഗണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ഗുരുവാണ്. ഒരിക്കലും ഗുരു നിന്ന ചെയ്യാൻ പാടില്ല. നിങ്ങളെ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിച്ച, നിങ്ങളുടെ LKG UKG പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ, നിങ്ങൾ എത്ര ഡിഗ്രി എടുത്താലും വലിയ പദവിയിലെത്തിയാലും ആദ്യം നിങ്ങൾ സ്മരിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിച്ച ആളെയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരത്ത് നടക്കുന്ന പഞ്ചദിന സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് CPI ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ ഏകദിന സംരംഭകത്വ വികസന പരിപാടി നടന്നു. പ്ലൈവുഡ് മലിനീകരണത്തിനെതിരെ പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്ക്. പിറവം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക സംഗമവും ആത്മ ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. സിറ്റി ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം. CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം.